മറ്റൊന്ന് അടൂർ പ്രകാശ്, ആന്റോ ആന്റണി ഇപ്പുറത്ത് നിൽക്കുന്നവരാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ആന്റോ ആന്റണി എംപിക്കും കുരുക്ക് മുറുകുന്നു. നോട്ടീസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങളിൽ വ്യക്തത തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതിൽ എത്രത്തോളം സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നതും അന്വേഷണ സംഘം ആഴത്തിൽ പരിശോധിക്കും. സോണിയാഗാന്ധിയെ കാണാൻ സഹായിച്ചത് കർണാടക കോൺഗ്രസ് നേതാക്കളാണെന്നാണ് പോറ്റിയുടെ മൊഴി. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഈ വശത്ത് ഇപ്പോൾ MPമാർ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും രണ്ടുപേരും ഒരു തരത്തിൽ പെട്ടിരിക്കുകയാണ്. അതിൽ അടൂർ പ്രകാശിന്റെ പ്രതികരണമൊക്കെ, അതിലേക്ക് നമുക്ക് വിശദമായി തന്നെ എത്താം. ഒരു ചാനലുമായി ബന്ധപ്പെട്ട് നമ്മൾ പേടികൂടാതെ ചോദിക്കുന്നതും വാർത്തകൾ നൽകുന്നതിലുമൊക്കെ ചൊടിച്ചിരിക്കുകയാണല്ലേ അടൂർ പ്രകാശ്. ഇതിപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യൽ, ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യുകയും കൃത്യമായ വിവരങ്ങളിലേക്ക് എത്തുകയും വേണം. മാത്രമല്ല അടൂർ പ്രകാശും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതിലും വ്യക്തത വരുത്തണം അല്ലേ? ഇപ്പോൾ അടൂർ പ്രകാശിനെ ഒരു വട്ടമാണ് ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ഇനി അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ വീണ്ടും UDFന്റെ കൺവീനറായ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകാനാണ് സാധ്യത. ഇതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആന്റോ ആന്റണി പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ കൂടി ചോദ്യം ചെയ്യാൻ ഉടൻ വിളിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നോട്ടീസ് നൽകിയാകും ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ഏതായാലും ഇങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ പൂർണ്ണമായും അസ്വസ്ഥനായ അടൂർ പ്രകാശ് സ്വാഭാവികമായും വാർത്ത പുറത്തുവിട്ട ഇതിനെതിരെയുള്ള ആ പ്രതികരണമാണ്. അതേസമയം തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തത വരുത്താൻ അടൂർ പ്രകാശ് ഇതുവരെ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തിന് അടൂർ പ്രകാശ് നിരന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം പുലർത്തിയിരുന്നു, പലവട്ടം വീട്ടിലേക്ക് അടൂർ പ്രകാശ് എത്തിയെന്ന കാര്യം അയൽവാസി പറയുന്നുണ്ട്. അതിനൊക്കെ വ്യക്തമായൊരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. അന്വേഷണ സംഘം അതൊന്നുമല്ല പരിശോധിക്കുന്നത്, അതിനപ്പുറത്തുള്ള ഇടപാടുകളാണ്. ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ ഇവർ നടത്തിയെന്നാണ്. അത് ആന്റോ ആന്റണിക്കും അത് സ്വാഭാവികമായും ആ തരത്തിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക. ഏതായാലും ഏറ്റവും നിർണായകമായ നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാവുക. രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഇതിന് പങ്കാളിത്തമില്ല. താൻ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കർണാടകയിലെ കോൺഗ്രസിന്റെ നേതാക്കളുടെ സഹായത്തോടെയാണ് എന്ന വിശദീകരണമാണ് നൽകുന്നത്. അന്ന് ആ കൂടിക്കാഴ്ചയിൽ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ കർണാടകയിലെ നേതാക്കളെ കണ്ടില്ല, പകരം കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണല്ലോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും. ആ കാര്യത്തിൽ ഉത്തരം നൽകിയിട്ടുണ്ടാകും. ഏതായാലും ഇനി കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ ആരാണ്, അവരുമായി ഏതെങ്കിലും ഇടപാട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടി ഇനി അന്വേഷണ സംഘം നടത്തേണ്ടി വരും. അതുകൊണ്ട് ആ നേതാക്കളിലേക്ക് ചോദ്യ ചെയ്യലുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നീങ്ങും എന്ന സൂചനകളും പുറത്തു വരുന്നു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാകുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികൾ, പുതുതായി പുറത്തു വന്ന ചിത്രങ്ങൾ, അതിനിടയിലാണ് കടകംപള്ളിയുമായി ബന്ധപ്പെട്ടും മറ്റ് ചില കുരുക്കാകുന്ന ചിത്രങ്ങളും പുറത്തു വന്നത്. കടകംപള്ളിയും പലവട്ടം സമാനമായി കൂടിക്കാഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ കുരുക്കിലാകുമ്പോൾ സ്വാഭാവികമായും LDFും UDFും ഒരുപോലെ പ്രതിരോധത്തിലാകുന്നുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരും ദിവസങ്ങളിൽ മാറുന്നതും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ഓക്കെ, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. LDFിനെ ആണെങ്കിലും UDFിനെ ആണെങ്കിലും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ് സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ നേതാക്കളിലേക്കുള്ള അന്വേഷണം. അതിൽ ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യും. മാത്രമല്ല അടൂർ പ്രകാശും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അന്വേഷണ സംഘത്തിന് കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സോണിയാഗാന്ധിയെ കാണാൻ സഹായിച്ചത് കർണാടക കോൺഗ്രസ് നേതാക്കളാണെന്നാണ് പോറ്റിയുടെ മൊഴി. അപ്പോൾ ഈ പോറ്റിയുടെ ബന്ധങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഉന്നതർ തന്നെയാണ് ബന്ധങ്ങൾ ഉള്ളത്. അതിൽ കർണാടക കോൺഗ്രസിലും പോറ്റിക്ക് ആരാണ് ഈ പിന്തുണ നൽകിയത്, ആരുടെയൊക്കെ സഹായം, ആ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്.